വൈകുന്നേരം ഒരു 4 മണിയായപ്പോൾ അമ്മയ്ക്ക് എന്തൊക്കെയോ സാധനങ്ങൾ വാങ്ങണമെന്ന് പറഞ്ഞ് ഞങ്ങളെ നേരെ രാമചന്ദ്രയിൽ കൂട്ടിക്കൊണ്ടുപോയി. കൂടെ കുട്ടികളെയും കൂട്ടി. അവർക്കും ഒരു സന്തോഷമാകുമല്ലോ. അങ്ങനെ എല്ലാവരും രാമചന്ദ്രയ്ക്കകത്ത് കയറി ഒരു പർച്ചേസിംഗ് മോഡിലാണ്. നേരെ പോയത് കിച്ചൺ അപ്ലയൻസിലാണ്. കുഞ്ഞുങ്ങൾക്ക് സ്കൂളിൽ കൊടുത്തേക്കാൻ വേണ്ടി കുഞ്ഞു പാത്രമൊക്കെ വാങ്ങി. എല്ലാം നല്ല വെറൈറ്റി ആയിരുന്നു കേട്ടോ. ഇപ്പോഴും ചെന്നപ്പോൾ കഴിഞ്ഞ പ്രാവശ്യത്തെക്കാളും കുറേ വെറൈറ്റി സാധനങ്ങൾ വന്നിട്ടുണ്ട്. ഇതൊക്കെ ഞങ്ങൾ ഇതിനു മുന്നേ കണ്ടിട്ടില്ല. ക്രിസ്മസ് ആയപ്പോൾ വന്നതായിരിക്കാം. പ്ലാസ്റ്റിക് കൊണ്ട് നിർമ്മിച്ച ബാസ്ക്കറ്റുകളാണ്. എന്തെങ്കിലും ഡെക്കറേറ്റ് ചെയ്ത് വെക്കാനുള്ള ഒരു ബാസ്ക്കറ്റ് ആയിട്ടാണ് ഇത് യൂസ് ചെയ്യുന്നത്. അതുപോലെ തന്നെ നല്ല ഭംഗിയിലുള്ള പ്ലാസ്റ്റിക് കൊണ്ടുണ്ടാക്കിയ പാത്രങ്ങളൊക്കെ വന്നിട്ടുണ്ട് കേട്ടോ. കണ്ടാൽ ഗ്ലാസ് എന്ന് തോന്നിക്കുന്ന രീതിയിലുള്ള കാണാൻ ഭംഗിയിലുള്ള പ്ലാസ്റ്റിക് പാത്രങ്ങളാണ്. അധികം പ്ലാസ്റ്റിക് ആരും ഉപയോഗിക്കില്ല, എന്നാലും ഭംഗി കണ്ട് ആരായാലും ഒന്ന് എടുത്തു പോകും. ഈ ചായ ട്രേ എന്ന് നോക്കിയേ, 160 രൂപ മാത്രമേ ഉള്ളൂ. നല്ല ക്വാളിറ്റി ഉള്ള പ്ലാസ്റ്റിക് ആണ്. അതുപോലെ തന്നെ ഇനി തേങ്ങ ഇങ്ങനെ ഇരുന്ന് തിരുമ, അങ്ങനെ ഒരു ചിരവയാണിത്. ബേക്ക് ചെയ്യാൻ പറ്റുന്ന ഒരുപാട് പാത്രങ്ങളൊക്കെ ഇപ്പോഴും ഉണ്ട് കേട്ടോ. അതുപോലെ തന്നെ ഗിഫ്റ്റ് ഒക്കെ കൊടുക്കാൻ പറ്റിയ ബ്രാസിലുള്ള പുതിയ ഐറ്റംസ് ഒക്കെ വന്നിട്ടുണ്ട്. ഇതൊക്കെ അന്ന് വന്നപ്പോൾ നമ്മൾ കണ്ടില്ലായിരുന്നു കേട്ടോ. ഇപ്പോൾ വെറൈറ്റി ആയിട്ട് പുതിയ ഐറ്റംസ് ഒക്കെ വന്നിട്ടുണ്ട്. ബ്രാസിന്റെ ഒക്കെ വെയിറ്റ് അനുസരിച്ചാണ് അതിന്റെ പ്രൈസ് വരുന്നത് കേട്ടോ. ഒരുപാട് കുഞ്ഞു കുഞ്ഞു ഐറ്റംസ് വന്നിട്ടുണ്ട്. എല്ലാം എടുത്തു കാണിക്കുന്നത് ബുദ്ധിമുട്ടാണ്. അതുകൊണ്ട് ഇവിടെ വന്ന് തന്നെ ഇതൊക്കെ കാണണം. ഓരോ തവണ രാമചന്ദ്രയിൽ വരുമ്പോഴും പുതിയ പുതിയ ഐറ്റംസ് ആണ് കാണാറ്. അതുകൊണ്ട് തന്നെ നമ്മൾ വരുമ്പോഴെല്ലാം ഇവിടെ കയറാറുണ്ട്. എന്തെങ്കിലും വെറൈറ്റി ആയിട്ട് വാങ്ങാൻ പറ്റുന്നെങ്കിൽ വാങ്ങിയിട്ട് പോവുകയും ചെയ്യും. ഇത് കണ്ടോ, കണ്ടാൽ ഒരു ബോൾ എന്ന് തോന്നിക്കും, എന്നാൽ ഇതൊരു ബോളല്ല, ഒരു വാട്ടർ ബോട്ടിലാണ്. റബ്ബറാണ് യൂസ് ചെയ്തിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ കോൾഡ് വാട്ടർ മാത്രമേ ഇതിൽ യൂസ് ചെയ്യാൻ പാടുള്ളൂ. ബോട്ടിലിന്റെ ഒരുപാട് വെറൈറ്റി ഐറ്റംസ് ഇപ്പോൾ വന്നിട്ടുണ്ട്. കുട്ടികളൊക്കെ ഇതൊക്കെ കണ്ടാൽ വിടില്ലല്ലോ. അവർക്ക് വേണ്ടി തന്നെയാണ് ഒരുപാട് ബോട്ടിൽസ് ഇപ്പോൾ ഇറക്കിയിരിക്കുന്നത്. റോബോട്ട് മോഡൽ ബോട്ടിലുകൾ, അതുപോലെ തന്നെ ഇത് കാണാൻ നല്ല ക്യൂട്ടായിട്ടുള്ള മറ്റൊരു ബോട്ടിലാണ്. ഇതിലൊക്കെ നമുക്ക് തണുത്ത വെള്ളം മാത്രം യൂസ് ചെയ്യാം. ചൂടുവെള്ളമൊന്നും പ്ലാസ്റ്റിക്കിലധികം ആരും യൂസ് ചെയ്യാറില്ല. നമുക്ക് പെട്ടെന്ന് പർച്ചേസ് ചെയ്ത് പോകാമെന്ന് ആരും വിചാരിക്കണ്ട. ഇതിനുള്ളിൽ കയറിയാൽ ഒരു സമയം കഴിഞ്ഞ് മാത്രമേ പുറത്തിറങ്ങാൻ സാധിക്കുകയുള്ളൂ. കാരണം ഇതൊക്കെ കണ്ടുകൊണ്ട് ഇറങ്ങുമ്പോൾ ഏകദേശം 1 മണിക്കൂർ കൂടുതലെങ്കിലും രാമചന്ദ്രയിൽ ചിലവഴിക്കും. ഇത് കണ്ടോ, ഇത് കഴിഞ്ഞ വീഡിയോയിൽ ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു. പ്രിന്റ് ചെയ്യുന്ന ഒരു മെഷീനാണ്. ഷർട്ടിലൊക്കെ ഇങ്ങനെ എംബ്രോയിഡറി വർക്ക് ചെയ്ത് കൊടുക്കുന്ന ഒരു മെഷീനാണ്. അത് സ്റ്റാർട്ട് ആയിട്ടുണ്ട്. നമ്മുടെ ഇഷ്ടത്തിനനുസരിച്ചുള്ള ഡിസൈൻ പറഞ്ഞാൽ മതി, അത് പ്രിന്റ് ചെയ്ത് തരുന്നതാണ്. കമ്പ്യൂട്ടറൈസ്ഡ് പ്രിന്റിംഗ് ആണ് കേട്ടോ. ഇതെല്ലാം കഴിഞ്ഞ് പുറത്തിറങ്ങുമ്പോൾ നമ്മൾ സ്ഥിരം കാണുന്ന ഒരു കാഴ്ചയാണ്. ആ കാഴ്ച ഞാൻ നിങ്ങളിലോട്ട് എത്തിക്കാം. ഈ തട്ടുകട ആരെങ്കിലും ശ്രദ്ധിച്ചിട്ടുണ്ടോ? വൈകുന്നേരം ഒരു 6 മണിയാകുമ്പോൾ രാമചന്ദ്രയുടെ മുന്നിൽ ഇങ്ങനെ ഒരു തട്ടുകട വരും. പാട്ടൊക്കെ വെച്ച് LED ബൾബൊക്കെ ഇട്ട് കോണൊക്കെ വെച്ച് അലങ്കരിച്ച ഒരു ചെറിയ തട്ടുകട. ഇതൊരു ചെറിയ വണ്ടിത്തട്ടാണ്. ഇവിടുത്തെ സ്പെഷ്യലാണ് ചുണ്ടൽ കൊണ്ടുള്ള മസാലയും സ്വീറ്റ് കോണും ഒക്കെ. ഇതൊക്കെ കഴിക്കാൻ ഇവിടെ ഒത്തിരി പേരാണ് വരുന്നത്. 9 മണിയാകുമ്പോൾ ക്ലോസ് ചെയ്ത് പോവുകയും ചെയ്യും. ആ ചുരുങ്ങിയ സമയത്തിനുള്ളിൽ നല്ല കച്ചവടമാണ് ഇവിടെ നടക്കുന്നത്.